ഇമ്മ്യൂണിറ്റി ഡെഫിനറ്റ്ലി പല ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി നമുക്ക് പ്രത്യേകിച്ചും നമ്മുടെ ന്യൂട്രിയൻ ലെവൽസ് ലോ ആകുമ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാവുന്നത്. നമുക്ക് പലപ്പോഴും പല ആൾക്കാർക്ക് അറിയത്തില്ലാത്തൊരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സെൽസിൽ തന്നെ നോക്കിയാൽ ഓൾമോസ്റ്റ് മോർ ദാൻ 50% ഇമ്മ്യൂൺ സെൽസ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് ഗട്ടിലാണ്, ഗട്ട് ലൈനിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ ഗട്ടിൻ്റെ ഗട്ട് ലൈനിങ് എന്ന് പറയും. അപ്പോൾ ഗട്ട് ലൈനിങ്ങിന് പുറത്തായിട്ട് ഒരു ലെയറായിട്ടാണ് ഇമ്മ്യൂൺ സെൽസ് കൂടുതൽ നിൽക്കുന്നത്. ഇമ്മ്യൂൺ വാരിയേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫൈറ്റേഴ്സ് പോലെ നമുക്കൊരു കരുതാം. എന്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്, അവിടെ ഇത്രയും വരാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനങ്ങൾ വന്ന് വീഴുന്നത് നമ്മുടെ ഗട്ടിലാണ്. ഒരു ഐഡിയ ഇല്ലാത്തൊരു സാധനം ചെന്നുപെടാൻ പോകുന്നത് നമ്മൾ ഗട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇത്രയും ആർമിയെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗട്ട് പ്രോപ്പർ അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഇമ്മ്യൂണിറ്റി വീക്കായിരിക്കും. കാരണം ഇമ്മ്യൂൺ സെൽസിന് മുഴുവൻ അവിടെ ജോലി ചെയ്യാനേ നേരമുള്ളൂ. ഈ ആവശ്യമില്ലാത്ത സാധനം എല്ലാം വലിച്ചു കയറ്റി ഹോട്ട് ഡോഗും കോൾഡ് ഡോഗും എല്ലാം കയറ്റി കഴിയുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ പാർട്ടികൾ ഇവിടെ മുഴുവൻ അവിടെ കൂടുതൽ ആൾക്കാരെ